ഹലോ ഫ്രണ്ട്സ്, മേക്കീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൈറ്റ് ലാമ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിലൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ വാങ്ങിച്ചതിന് ശേഷമാണ് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റ് ലാമ്പാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോകൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഇത് ചെയ്യാനായി നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള മരക്കഷ്ണങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മരക്കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഇതുപോലത്തെ സ്റ്റിക്കുകളും ആവശ്യമുണ്ട്. അടുത്തതായി ഇതിനെ നമുക്ക് ഒരു ഫ്രെയിം രൂപത്തിലൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതുപോലത്തെ 4 ഫ്രെയിമുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിനെ ഇതുപോലെ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് A4 സൈസ് പേപ്പറാണ്. ഈ ഫ്രെയിമിൻ്റെ അളവ് നോക്കി അതുപോലെ 4 കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച ഈ A4 സൈസിൽ നമുക്ക് ഡിസൈൻ വരക്കണം. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസൈൻസാണ് വരക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് ഇതിൽ വരച്ചു കൊടുക്കുക. ഇപ്പോൾ വരച്ചതിനെ നമുക്ക് ഈ ഫ്രെയിമിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ വെച്ച് ഈ ഫ്രെയിമിൻ്റെ ചുറ്റും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിനെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനെ ഞാൻ എടുക്കുന്നത് ഫ്ലെക്സ് കിക്കാണ്.
പിന്നെ നമുക്ക് ഇതുപോലുള്ളൊരു ഫ്രെയിമും നേരത്തെ നമ്മൾ വരച്ച് വെച്ച ഇതുപോലുള്ള A4 സൈസ് പേപ്പർ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഫ്രെയിമിലേക്ക് നമുക്ക് ഇതിൻ്റെ മേലായി ഇത് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി ഇതുപോലെയുള്ള ബൾബ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് പല വർണ്ണങ്ങളിലും നമുക്ക് ലഭിക്കാറുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് നിറമുള്ള ബൾബാണ്. ഇതിലേക്കൊരു അഡാപ്റ്ററും ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡിലേക്ക് നമുക്ക് ഈ ബൾബിനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.